ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 14. ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം ടു മീ. അവർ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. ഇത് കണ്ടപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ്. എന്നിട്ട് ഈശോ അവരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അവരുടെ ഇന്നസെൻസ്. അവരെളുപ്പത്തിൽ വിശ്വസിക്കും, സ്നേഹിക്കും, ക്ഷമിക്കും. ഈശോ നമ്മളോട് ഈ കുഞ്ഞുങ്ങളെ പോലെ ആകാനാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ എങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും എന്നതാണ്. നമുക്കറിയാം, ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ആസ് എ പേരൻറ്, ടീച്ചർ ആൻഡ് എൻ എൽഡർ, നമുക്കെല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അവരെങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുചെന്നോ, അതുപോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കാണിച്ചു കൊടുക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? അവരെ വിശ്വാസത്തിൽ വളരാൻ സഹായിക്കുന്നുണ്ടോ? അവരുടെ സ്വപ്നങ്ങളും ഭയങ്ങളും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാറുണ്ടോ? അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഈ നോമ്പ് കാലത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം എന്ന് നമുക്ക് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മുടെ ബിസി ഷെഡ്യൂളും നമ്മുടെ ഗാഡ്ജറ്റ്സൊക്കെ മാറ്റിവെച്ച് കുറച്ച് ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കാം. എല്ലാ ദിവസവും കുട്ടികളെ കൂടെ ഇരുത്തി കുരിശ് വരയ്ക്കാം. ബൈബിൾ വചനം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബൈബിൾ വായിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ബൈബിൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. അവരുടെ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാം. തെറ്റ് ചെയ്യുമ്പോൾ അവരെ സ്നേഹത്തോടെ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. നമ്മൾ അവർക്കൊരു നല്ല മാതൃകയാകാം. കുഞ്ഞുങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല, ഇന്നത്തെ സഭയുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അവരെ ശരിയായ വഴിയിൽ നയിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഇടയിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു.